Chicken Peri Peri. It's real peri peri hot. Chicken, it's my choice. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണേ വേൽമുരുക ഹരോഹരാ ഹോ വേലായുധ ഹരോഹരാ. വേലായുധേട്ടാ
ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിലല്ല കേൾക്കുന്നത്. ആട്ടിൻകുട്ടിയല്ല, അത് നമ്പ്യാരാണ്ടാ. എന്താ മാളിക്കുട്ടിയമ്മേ, മോന്റെ കത്തൊക്കെ ഉണ്ടോ? എടുത്തോ എടുത്തോ. ഈയിടെ നാളീകരം മോഷണം പോകുന്നുണ്ട്. അത് വേലായുധനാ. അവൻ കക്കുവോ? എല്ലാം ഉണ്ട്. എവിടെ അവൻ? വേലായുധ നിക്കടാ അവിടെ. എടാ നിക്ക്. മോണാക്റ്റാണ് മോണാക്റ്റാ. എന്താന്ന് നിങ്ങൾ നാട്ടുകാരിൽ എല്ലാരും സൗണ്ട് വിളിച്ചു വരെ പറഞ്ഞത് നിങ്ങൾ നമ്പിയാരല്ലേ അണ്ണാ? ഞാനാ? ഓ എടാ അത് പറയണ്ടേ. മാപ്പ്. എനിക്ക് പരിചയമില്ലാത്ത വാക്കാണ്. സുന്ദരിയായ ഭാര്യ. നമ്പ്യാര്? ഏതാ നമ്പ്യാര്? എമ്മൻ നമ്പ്യാര്. എന്നാ നിങ്ങൾ വലിയ നമ്പ്യാരാണെന്നാ? അപ്പൊ ഈ സിനിമ രണ്ട് നമ്പ്യാര്. എന്താണ് ഈ പറയുന്നത്? എന്നാ എനിക്കറിയാം. നിങ്ങൾ വലിയ നമ്പ്യാർ എന്ന് വെച്ചാൽ മധുവാണ്. മധുവിന്റെ കയ്യിലുള്ള എടുത്തോണ്ട് വാ. അതുകൊണ്ട് കയ്യിൽ കേസിന്റെ മൂക്കുപടിമാണ്, അച്ചപ്പം കാണും. സ്ക്രിപ്റ്റ് എഴുതണം. അതുകൊണ്ട് ആ മധു അല്ലെന്നാ. പിന്നെ മധു വലിയ നമ്പ്യാരെന്ന്. ഇപ്പൊ അത് എന്റെ തെറ്റാടാ, എന്റെ തെറ്റാ. അപ്പൊ ഞാൻ ഇത്തരം ഡയലോഗ് എല്ലാ സ്കിറ്റിലും ഞാൻ മുമ്പേ വന്ന് ഡയലോഗ് പറയില്ലെന്നാണ് തെറ്റ്. ഇപ്പൊ നീ പറഞ്ഞ ഡയലോഗ് പറഞ്ഞാണ് തെറ്റ്. നീ എന്താ പറയുന്നത്? എന്താ ഡയലോഗ്? നിങ്ങൾ വല്യമ്പേര ഡയലോഗ് മാത്രം പറയുന്നത്. ആ രീതിയിൽ സംസാരിക്കാം. ഞാൻ ഇത്തരം ഡയലോഗ് പറഞ്ഞത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കല്ലേ. ഈ ഒരു ഡയലോഗ് വേറെ ആർട്ടിസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ കമ്പനി ബാറ്റ് കൊടുക്കണ്ടേ? നീ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ ഡയലോഗ് പറയും. അല്ല, കറക്റ്റ് ആയിട്ട് ഒരു ഡയലോഗ് പറയുമ്പോഴും അവിടെ നീ ഇപ്പൊ കക്കാനി തുടങ്ങിയെന്ന് കേട്ടു. പറയടാ, അതിന് ഞാൻ നിന്നെ തല്ലിത്തോപ്പിക്കണടാ. എന്റെ ഓടിത്തോപ്പിക്ക്. 550 ഷുഗറും 350 പ്രഷറും ഉള്ള ഞാൻ എങ്ങനെ നിന്നെ ഓടിത്തോപ്പിക്കും? 6 അടി ഫ്രണ്ടിലോട്ട് വെച്ചാൽ 12 അടി ഞാൻ ബാക്കിലോട്ട് വെക്കും. 1.5 വർഷം കൊണ്ട് ഞാൻ ഒരടി അണങ്ങിയിട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? വലിയമ്പേരെ, ആ ഒഴുകി വരുന്ന പുഴ കണ്ട? ആ പുഴയാണ് എന്റെ അമ്മ. അപ്പൊ ആ ഒഴുകി വരുന്ന തടി നിന്റെ അച്ഛനാണോടാ? അറിയോ, ഞാൻ ചിരിക്കുമ്പോ കൂടെ ചിരിക്കും, ഞാൻ കരയുമ്പോ ആ കണ്ണീരെല്ലാം എടുത്തോണ്ട് പോകും. അപ്പൊ ആ പുഴയോട് പറയണം, നീ അടിച്ച മാട്ട കൗണ്ടർ ഈ ഫ്ലോറിൽ നിന്ന് അടിച്ചെടുത്തോണ്ട് പോകാൻ. അങ്ങനെയെങ്കിൽ ഫ്ലോറിൽ നിന്ന് വൃത്തിയാകട്ടടാ. വലിയമ്പേരെ, 6 വയസ്സ് ഞാൻ പനിച്ച് വിറച്ച് കിടന്നപ്പോ തലയിൽ നിക്കർ നനച്ചിട്ട ബന്ധാണുള്ളത് അറിയാമോ? പട്ടി നിക്കറല്ല, തുണി. നിക്കറുണ്ട്, തുണിയല്ലേ? ആസ്പത്രി ഉണ്ടാക്കണം നിക്കർ. എന്താണ് അത് കാര്യം പറയണത്? ആ രീതിയിൽ നിങ്ങൾ അതേ കാര്യം 2 ഡയലോഗ് അറിയാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങ് ഭയങ്കര അങ്ങ് ഷൈൻ ചെയ്യും. അപ്പൊ ഞാൻ ഇത്ര ഞാൻ കറക്റ്റ് ആയിട്ട് ഈ കണ്ടാൽ തന്നെ മധുവായിട്ട് ഞാൻ വന്നിരിക്കാം. നീ എന്താ വലിയ അമ്പേരെ വന്നിരിക്കാം? എന്നെ കളിയാക്കണല്ലേ നീ? വലിയമ്പ്യാരെ, കുഞ്ഞുനാൾ മുതൽ ഇത്രം വരെ എന്നെ ഊട്ടി ഒരിക്കലുമില്ല. ഇന്നലെ രാത്രി 12 മണി വരെ നീ മുള്ളംകുലി ഉണ്ടായിരുന്നു. നീ ഊട്ടിയിലൊന്നും പോയിട്ടില്ല. അങ്ങനെ നീ സംസാരിക്കരുത്. നീ ഊട്ടി പോയിട്ടില്ല. ആര് പറഞ്ഞു ഊട്ടി പോയെന്ന്? ഇല്ല. ആര് പറഞ്ഞു ഊട്ടി പോയെന്ന്? ഇല്ല, നീ ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ? എപ്പോ പറഞ്ഞു? ഈ പെണ്ണുങ്ങളൊന്നും നീ ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞില്ല. നീ എവിടെയാണ് ഊട്ടി പോയത്? ഒരു കാര്യം പറഞ്ഞേ, ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഊട്ടിന്നപ്പോ പറഞ്ഞു. നീ ഇപ്പൊ പറഞ്ഞില്ലേ? നീ ഇപ്പൊ ഊട്ടി നിന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ആ ഊട്ടി അല്ലെന്ന് ഞാൻ തിന്നു. ഊട്ടിയെന്ന് ഇപ്പോൾ എന്നെ ഊട്ടി. അതെന്ത് നീ തിന്നെന്ന് പറഞ്ഞ എന്ത്? നീ എപ്പോ ഇങ്ങനെ സാഹിത്യ ഭാഷകൾ പറയാൻ തുടങ്ങി? നീ തിന്നെന്ന് പറഞ്ഞാൽ എന്ത്? എനിക്ക് ഇതുപോലത്തെ വേഷങ്ങൾ തന്നിട്ട് യവൻ മുമ്പേ ഇറങ്ങി കുറെ കളർഫുൾ ഉണ്ടാക്കി വെക്കും. ഞാൻ വയസ്സായ കഥാപാത്രം ഞാൻ അവിടെ നിൽക്കണം. അത് പറ്റില്ല. അപ്പൊ ഞാനും നമ്പ്യാർ വരാൻ വേണ്ടി ഒരു എൻട്രി പാട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയമ്പേർക്ക് പാട്ടൊന്നുമില്ല. അതെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇന്നലെ ആ പാട്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ നടയിൽ റിഹേഴ്സൽ ചെയ്തപ്പോഴേ 1-2 പേര് വന്ന് ഞാൻ പള്ളി വിളിക്കണം എന്ന് പറഞ്ഞേ. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ ഞാൻ പറയണ കേട്ടാ മതി. ഭയങ്കര സാറാവല്ലേ? എന്താടേ ബാക്കി പറഞ്ഞു. ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. ഡയലോഗിന്റെ ഇടയിൽ നീ കാര്യം പിടിക്കുന്നത് എന്താ? നിങ്ങൾ പറയണ ഞാൻ കേൾക്കാം. കുഞ്ഞുമ്മ ശാന്തരുടെ വീട്ടിലുള്ള കിടപ്പ് ആദ്യം മതിയാക്കണം. എന്നാൽ ഏറെക്കുറെ ചീത്തപ്പേര് മാറിക്കിട്ടും. അപ്പൊ നമ്മൾ മതിയാക്കുമ്പോൾ അവിടെ നിന്ന് കയറാനുള്ള പരിപാടി. എന്റെ അമ്മയാണ് ഞാൻ പോകില്ലേ? നിങ്ങളെ മോൻ കണ്ടറിയാം അതിനാണെന്ന്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് പോവാൻ. എന്റെ 2 മക്കളാണ് ഇല്ലേ? എടാ പൊണ്ണ, ഈ കല്യാണം കഴിച്ചാൽ എവിടെ എങ്ങോട്ട് പോകും? ഒരു വീട് വെക്കണം. സ്ഥലമുണ്ടോ? ഇല്ല. അവിടെ മതിയോ? എത്രയെന്ന് വെച്ചാൽ വളച്ചെടുത്ത് ഒരു വീട് വെക്ക്. പുതുശ്ശേരി ഉമ്മറപ്പുറത്തിരുന്ന കാണാൻ പാകത്തിനായിരിക്കണം.
നിന്റെ വീട്. ആ അപ്പൊ നമ്മൾ തടി പിടിക്കാൻ വല്ലതും പോകുമ്പം നേരെ അങ്ങ് ചെന്ന് കയറാം, ഉമ്മപ്രദത്തിന് കാണാം. നിങ്ങളുടെ ഉദ്ദേശം നടക്കൂല, എന്റെ അടുത്ത് നടക്കൂല. എന്റെ അമ്മയുടെ 2 മക്കളാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ മോൻ കണ്ടറിയില്ല, നിങ്ങൾ അതിനാണ് നിങ്ങൾ ഉദ്ദേശം ഇല്ലെന്ന്. ഉദ്ദേശം അത് തന്നെ. ഈ പുറകിലെന്താ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു ആരോ റിഫ്ലക്റ്റ് ആണത് സംഭവം എന്താ? സാധാരണ ഇത് വേലായുധന്റെ മുഖത്താണ് ഒട്ടിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ രാത്രി എവിടെ പോകുന്ന അറിയാൻ വേണ്ടി എന്റെ ഭാര്യ ഒട്ടിച്ചത്. നിങ്ങൾ മറ്റേ കുന്നുമ്മ ചാന്ദ്ര കേസ് പറഞ്ഞത്. നിന്റെ വലിയ പേരെന്ന് വിളിക്ക് പകരം തരാൻ എന്നെ ഒന്നുമില്ലടാ. അത് 500 കിടക്കണ പാക്കറ്റ്. അത് വണ്ടിക്കൂലിക്കുള്ളത്, അത് വണ്ടിക്കൂലിക്കുള്ളത്. ഇതല്ല വേറെ ഇല്ല. ഇനി വാ, ആണോ? ഇനി വാ. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഇത് കെട്ട്. ആരാരോടെ ജീവിക്കണമെന്ന് ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. കെട്ടിക്കൊടുക്കും. നീ ലീലെ കല്യാണം കഴിക്കണം. അവള് കൊച്ചല്ലേ വല്യം പേരെ? അവള് കൊച്ചല്ല, അവള് മുറ്റിയതാണ്. ധൈര്യമായിട്ട് കെട്ടിക്കോ. മതി, പൂണ്ടണങ്ങ് കെട്ടാനല്ല പറഞ്ഞത്. കൊക്കോ. ഇത് നിന്റെ കൈ തരിക്കരിക്കാൻ. ഇത് ഇനി ഒരിക്കലും നിന്റെ വായിന്ന് ഒരു അളിഞ്ഞ കൗണ്ടർ വീഴാതിരിക്കാൻ. അപ്പൊ ഇതെന്തിന്? ഇത് നീ പറയുന്നത് കേട്ടുകൊണ്ടാണല്ലോ ഞാൻ പലതും പിടിച്ചുമാറ്റി പറയുന്നത്. ഇത് എന്റെ വായിൽ വെക്കാൻ. വല്യം പേരെ ഒരു അടിക്കുള്ള കോളുണ്ടെന്നല്ലേ അശ്ലീലി കേൾക്കണത്? അത് അടിക്കുള്ള കോളല്ല, നമ്മുടെ ഷോയുടെ ഡയറക്ടർ തള്ളക്കി വിളിക്കുന്നത്. ആ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് എടുത്ത് ടേബിളിൽ അടിക്കുന്നതാണ്. അതുകൊണ്ട് അയാളെ സ്വഭാവം മാറുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. വല്യം പേർക്ക് ആവുകയല്ലേ ഓടി. നീ ലീലെ കല്യാണം കഴിക്കണം. അവള് കൊച്ചല്ലേ വല്യം പേരെ? അവള് കൊച്ചല്ല. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് അനുഭവം ഉണ്ട്. സൂപ്പർ പെർഫോമൻസ്. അനുവും കൂടെ വന്നാലേ ഈ ഒരു കംപ്ലീറ്റ് കോള്. മസിസ്ക പ്ലീസ്. അടിപൊളി പെർഫോമൻസ്. നമ്മൾ ത്രൂ ഔട്ട് ചിരിക്കായിരുന്നു. അവിടെയും അങ്ങനെ തന്നെ. ഡാൻസ് ചെയ്ത് തുടങ്ങാം, പറയൂ എങ്ങനെയുണ്ടായിരുന്നു? ഉഗ്ര എന്താണ് പറയണത്? ഡാൻസ് കണ്ടിട്ട് തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. നമ്മുടെ ജോബിൻ മാസ്റ്റർ നല്ലൊരു കൈഡി മാസ്റ്റർ. സൂപ്പർ. അപ്പൊ നമ്മുടെ ആ ഡാൻസേഴ്സിനെ കൂടെ ഒന്ന് കേട്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും അവരും കൂടെ വന്നൊരു അവരും കൂടെ വരണം അതില്. കലക്കി ജോബിൻ മാസ്റ്ററും കൂടെ വിളിച്ചാലോ? പിന്നെ തീർച്ചയായിട്ടും ജോബിൻ മാസ്റ്ററോട് വരണം. തീർച്ചയായിട്ടും വരണം. ജോബിൻ മാസ്റ്റർക്ക് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ബട്ട് ദ സ്ട്രോങ് മാൻ ബിഹൈൻഡ്. ഓ ഷുവർ. ജോബിൻ മാസ്റ്റർ എന്തൊരു രസമായിരുന്നു അറിയോ. ഉഗ്രൻ കോറിയോഗ്രാഫി. നിങ്ങളുടെ പിള്ളേരെ അടിച്ച് തകർത്ത് ഒന്നും പറയണ്ട. പിന്നെ നമ്മുടെ ആർട്ടിന്റെ കേട്ടോ, ആർട്ട് ഒരു രക്ഷയില്ല. അതിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും. അതേപോലെ സന്തുവിനെയും കൂടെ നമുക്ക് വിളിക്കാം. പിന്നെ സന്തു ആ ടീമിൽ നിന്ന് ഇതാണ് നമ്മുടെ സന്തു. സന്തു മോനെ ചക്കരെ കാലക്കി കേട്ടോ. അടിപൊളി സെറ്റപ്പ്. ഇവിടെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ ഇരുന്ന് തരിക്കായിരുന്നു. അവരോട് ഒന്ന് ഡാൻസ് ചെയ്യണം. അതേപോലെ മൊത്തം സെറ്റപ്പുകൾ ഉഗ്രനായിരുന്നു. പിന്നെ അഖിലെ മോനെ എന്തുവാ ഇത്? അഖില് തടിയൊക്കെ കുറച്ചോ? അണ്ണം പറഞ്ഞുകൊണ്ട് കുറച്ച് വർക്കൗട്ട് തുടങ്ങി. വർക്കൗട്ട് തുടങ്ങി. അല്ല നന്നായിട്ടുണ്ട്. അത് കാണാനുള്ളതുണ്ട്. ഫുഡ് ഒന്നും കഴിക്കില്ല. കൃത്യസമയത്ത് ചിട്ടക്ക് 7 മണിക്ക് ഓട്സേ കഴിക്കും. അങ്ങനെ ഭയങ്കര ഡയറ്റ് ഒക്കെ ആണോ? എന്റെ പോലെ എനിക്ക് സാധാരണ ലക്ഷ്മി ഞങ്ങൾ മിമിക്രിക്കാരെന്ന് പറഞ്ഞ ഇച്ചിരി മടിയന്മാരാണ്. കാരണം ഓവൻ ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ അല്ല കഴിയുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പം എന്താണ് ഇത് ഹെൽത്ത് നോക്കാനൊക്കെ ഇച്ചിരി മടിയുള്ളവരാണ്. പക്ഷെ ഇപ്പൊ കുറച്ചത് വന്നിട്ടുണ്ട്. അതിന് വലിയ ഉദാഹരണമാണ് നമ്മുടെ അഖില്. ഇനി നമുക്ക് കുറപ്പിക്കേണ്ടത് നമ്മുടെ മധുവിന്റെ വയറാ. അത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കത് ചെയ്യണം. പിന്നെ അനുക്കുട്ടി മോളെ എന്ത് രസമായിരുന്നു അറിയാം. മോളെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നതാണ്. ഉഗ്രനായിരുന്നു മോളെ. പിന്നെ തങ്കച്ചനെ കുറിച്ച് എന്റെ തങ്കക്കുട്ടാ എന്താ പറയണ്ടേ. ഓരോ ക്യാരക്ടറായിട്ടും വരുമ്പം കാണിക്കുന്ന ആ ഒരു അത്ഭുതം ഉണ്ടല്ലോ. അത് നിങ്ങൾ അവിടെ നിന്നിട്ട് ആ ക്യാരക്ടർ ആകുമ്പോഴും പെട്ടെന്ന് മാറി നിങ്ങളുടെ സ്വന്തം തങ്കച്ചനാകുമ്പോഴും എല്ലാം കോമഡിയാണ്. ഇതെങ്ങനെ പറ്റുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഇതെന്തുവാടേ നീ എന്തുവാടേ ഉദ്ദേശിക്കുന്നത്? മറ്റേതല്ലേ പറഞ്ഞു നീ എന്തുവാടേ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് മാറി പെട്ടെന്ന് അകലും ഉണ്ടാവും. അണ്ണാ നിങ്ങൾ മറ്റേ കളിക്കുന്ന പറയാൻ പെട്ടെന്ന് മധുസാറിലേക്ക് വരുന്നു. അസാധ്യമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹമുള്ളൊരു ഷോയാണ് നമ്മുടെ സ്റ്റാർ മാജിക്.
അത് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് കേട്ടോ. അതിന് യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. അത് അനൂപ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ ഒരു ഭാഗ്യം ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ എഫർട്ട് ഉണ്ട്. അപ്പോൾ അനൂപ് മുതൽ എല്ലാവർക്കും ഒരു കലാകാരന്മാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ നല്ലത് ചെയ്യുമ്പം അത് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു എളിയ കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും കൈയടികളും എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. താങ്ക് യു ഷാജോൺ ചേട്ടാ. ഈ ടീമിൽ നമ്മൾ ഒരു ടീമിനെയും കൂടെ എടുത്തു പറയണം, നമ്മുടെ 12K വിസ്താര ടീം. കറക്റ്റ് ആയിട്ട് ആ ഒരു മരം ഒഴുകി പോകുന്നതൊക്കെ ആ ഒരു പറഞ്ഞതല്ലോ. സനൂഷ് ഇവിടുന്ന് പറയുന്നുണ്ട് ചേട്ടാ, ഇത് എന്താണ് നമ്മൾ ആ സിനിമ കാണുന്ന ഫീൽ ആണല്ലോ. ലാസ്റ്റ് ടൈം വന്നതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ പിന്നെ അസീസ ഡാൻസിനിടയ്ക്ക് ഭീമന്റെ ചേട്ടൻ ആ സംഭവം പിടിച്ച് ഉഗ്രനായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ അമ്പിളി ചേട്ടൻ ഭീമന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫ്ലോറിൽ ചെയ്യണം. പക്ഷെ അഗ്നിന്റെയും നമ്മളെ തങ്കച്ചനോടെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. എന്റെ ഇന്നറിലിട്ടൊന്നും ഇനി മേലാ ചെയ്യരുത്. പക്ഷെ കറക്റ്റ് സ്റ്റെപ്പിനകത്ത് അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഒക്കെ അത് ജോബിൻ മാസ്റ്റർ പറഞ്ഞ സാധനം. ജോബിൻ മാസ്റ്റർ പറഞ്ഞ സാധനം കേട്ടോ. അത് ജോബിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ജോബിൻ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇന്നൊരു ഡാൻസ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി, അതും ജോബിൻ മാസ്റ്റർ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. രക്ഷയുണ്ടായിരുന്നില്ല, ഇടിവെട്ട് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Chicken peri peri. It's real peri peri hot. Chicken, it's my choice.